സ്കൈ വീലിൽ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് വേണം. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പിന്നെയും നോക്കടാ അവിടെ കൊമ്പുള്ള. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടച്ച്. നമ്മൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ആ കാണുന്ന അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ള് സംഭവം ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് വാക്സ് മ്യൂസിയം ഓഫ് ദ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് കയറിപ്പോൾ അങ്ങനെയൊക്കെ പലതും കാണാതിരിക്കും. എല്ലായിടത്തും അത്യാവശ്യം ചെറിയ രീതിയിൽ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കണം, എന്നാലേ ഉള്ളൂ ഫുള്ളകത്ത് കയറി ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഹണ്ടഡ് ഹൗസ്, ഗ്രേറ്റ് കനേഡിയൻ ഡ്രാക്കുള ഹണ്ടഡ് കാസ്റ്റിൽ. ഇതിൻ്റെ അകത്തൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ പേടിച്ച് വിറച്ച് എല്ലാവരും. ഇവിടെ ഒരുപാട് ഉണ്ടോ, മാക്സിമം ഇവിടെ വരുന്നവർക്കൊക്കെ കയറി ഓരോരോ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാൻ പറ്റും. എവിടെയോ കണ്ടു പരിചയമുള്ള രണ്ടാൾക്കാർ കേട്ടോ, കുറെ നേരമായിട്ട് മിസ്സിങ് കണ്ടെത്തി. അറിയല്ലേ? ആ അതെ, അത് പയ്യെ പോകുന്നത്, അത് സീനില്ലാവേ. കാറെ പോകുന്നതിനെക്കാട്ടിലും വേദം. നമ്മൾ ഈ ഒരു യുവത്തിൽ കയറണം എന്നൊരു സ്കൈ വീലില് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം. ഇതാരോ അവേ, ഇതാരാ? മനുഷ്യനാണോ? ഒരു സ്വർണ്ണ മനുഷ്യൻ. അതെന്നാവേ? ആ രണ്ട് കോയിൻ ഇട്ടപ്പോഴത്തേനും രണ്ട് മാല കൊടുത്തു. അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇതെൻ്റെ സ്കൈ വീലിൽ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റൊക്കെ എടുത്ത് പോകണം. വാവ വരുന്നില്ല കേട്ടോ, വാവയ്ക്ക് പോകാൻ വയ്യ, അതുകൊണ്ട് വരുന്നില്ല. പക്ഷെ ഞാൻ പോകുന്നുണ്ട്. ഞാൻ പോയിട്ട് കണ്ടിട്ട് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർത്തി തരാം. അല്ലേ, പോവല്ലേ? വാവേ ഭയങ്കര സ്ലോ മോഷനാണ്. ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. തോമസേ, അന്യായ ക്യൂ ഉണ്ടല്ലോ, നോക്കാം. ഇതിന് $15 കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പയ്യെ മണ്ട കയറി കറങ്ങി കളിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഈ ബോഗി ഇതിൻ്റെ അകത്ത് കയറുമായിരിക്കും. രണ്ടുപേരെ വെച്ചാ 6. അപ്പോൾ നമുക്ക് 6 പേർക്കും കയറാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. യെസ്, താങ്ക് യു. Listen to the safety message and have a great ride. Thank you. ഞങ്ങൾ ഇതിൻ്റെ അകത്തിട്ട് പൂട്ടി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ പയ്യെ പയ്യെ മുകളിലോട്ട് പോകും, എന്നിട്ട് താഴോട്ട് വരും. കുറെ നേരം മുകളിൽ നിർത്തും,
നിർത്തുവോ? ഓ, നിർത്തുന്ന ഇപ്പൊ അവര് മോളിൽ നിർത്തി കിടക്കുക. ഈ താഴെ നിർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ കയറാൻ വേണ്ടിയുള്ള ടൈമിൽ ഇവിടെ താഴെ നിർത്തിയപ്പോ നമ്മള് മോളിൽ ചെല്ലുമ്പോഴത്തേനും അതുപോലെ ഓരോരുത്തരും കയറില്ല. അപ്പൊ അതിന് അവിടെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണുന്നില്ല. താഴെ കുറേ ഇങ്ങനെ വരുന്നു. ഇപ്പൊ നമ്മളെ പോസ് ചെയ്ത് നിർത്തേ. പുള്ളിക്കാരി പറഞ്ഞ എമർജൻസി അല്ല മറ്റേ സേഫ്റ്റി എന്ന് പറയുന്നത് ശ്രദ്ധിക്കാനാ പറഞ്ഞത്. ആണോ? സേഫ്റ്റി പറയാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു. നമ്മളിവിടെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നു. എല്ലാം വിശ്വസിച്ച് കയറും കേട്ടോ. സേഫ്റ്റി സ്വിച്ച് എമർജൻസി കോൾ ഉണ്ട് റെഡ്. ഓൾറെഡി ഓക്കെ. അപ്പൊ നമ്മള് നാഗ്ര ഫോളിന്റെ വ്യൂ നമ്മളിങ്ങനെ കാണാൻ പറ്റും. ആ സൈഡിലാണ്. കൈയും കാലൊക്കെ വറക്കാൻ ഈ പാർക്കും The Skywheel will rise 175 feet above the ground and provide a picture-perfect view of both the Canadian Horseshoe and American Falls. Combined water flow is estimated at over 750,000 gallons per second, which crash into the gorge below. Looking to the south, you'll see the Falls View Casino and the Skylon Tower, with the Canadian Horseshoe Falls in the background. Further south, you'll see Marineland and their triple tower ride, the Sky Screamer. In the northerly direction, Casino Niagara is located across from the Rainbow Bridge, which joins Canada and the United States. Across the Rainbow Bridge lies Niagara Falls, New York, and the American Falls. Of course, the view to the east is of Niagara Falls, Ontario, and the surrounding region. The Skywheel was built by Chance Morgan Rides in Wichita, Kansas. Construction of the wheel took over 6 months, requiring a workforce of 200 employees in order to complete the project for its opening in June. ഉണ്ടല്ലേ കുറെ ലെയറില്ല. The wheel stands 53 meters tall and is equipped with 42 climate-controlled gondolas, which were designed and built in Switzerland. The speed of the wheel is set at approximately 4.5 kilometers per hour, which allows a perfect നമ്മള് പയ്യെ പയ്യെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായിട്ടേക്കുന്നത് അതുകൊണ്ടാ. ഇല്ല, അവിടുന്ന് നല്ല സണ്ണിന്റെ ലൈറ്റ് ഉണ്ട്. അത് അത്യാവശ്യം പൊക്കത്താ കേട്ടോ. ഇവിടെ അടിപൊളി കണ്ടോ. നമ്മൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോ ഇതുണ്ട് നമ്മുടെ കൂടെ. നമ്മളാണ് ഇപ്പൊ ഏറ്റവും ടോപ്പിൽ വന്നല്ലേ. അയ്യോ താഴോട്ട് പോടേ. ഓ, ഇത് നല്ല വ്യൂ കേട്ടോ. ആ സൈഡ് നോക്കി. അപ്പൊ നമ്മള് ഇപ്പൊ ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. അത് അടിപൊളി. നിർത്തിയോ? നിർത്തൂ. അവിടെ നിർത്തിയില്ലടാ. നിർത്തിയോ? അല്ലേ? ഇപ്പൊ ഈ സെക്ഷനിലൊക്കെ പോസ് ചെയ്യിക്കുന്നവർക്ക് അടിപൊളി. നമ്മൾ കറക്റ്റ് എണ്ണം എടുത്ത് കയറണമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നല്ലൊരു വ്യൂ കേട്ടോ. ഇങ്ങോട്ടിരുന്നു. ഇപ്പൊ ഇവിടെ കറക്റ്റ് വ്യൂ. കുഴപ്പമില്ല. എടാ ഇത് യുഎസിന്റെ വാട്ടർഫോൾസ്. അത് കാനഡിയൻ. അതിന്റെ അപ്പുറത്തെ സൈഡ് യുഎസും ഇപ്പുറത്തെ സൈഡ് കാനഡയും. എന്തൊക്കെയല്ലേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഓരോ ആചാരങ്ങൾ. ബഞ്ചി ജമ്പിങ് വല്ലതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ഇങ്ങനെ വെള്ളത്തിൽ ഇപ്പൊ ഒരു തൂണ് അവിടെ ഉണ്ടോ? ബഗ്ഗി ജമ്പിങ് ഉണ്ടോ? ഇല്ലേ പറയുന്നത് അവിടെ തൂണ് പോലെ നിൽക്കുന്നില്ല സാധനം. അവിടെ നിന്നല്ലേ? ആ, അതിനിടയിൽ വെള്ളം വേണം. ആ, പാറക്കെട്ടടാ. വലിയ ഒന്നാം തരം വലിയ പാറകള്. അങ്ങനെ ഞങ്ങളിത് താഴേക്ക് എത്തി പോയിരിക്കുകയാണ്. സംഭവം അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 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 കൊള്ളാം കൊള്ളാം. മനോഹരമായ ആണോ? ആ, പോട്ടെ 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 പോട്ടെ. അപ്പൊ ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞ് തീരുന്ന. പക്ഷേ ഇനി താഴെ ഇറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരെ പോയിട്ടാ. ശരി, അപ്പോഴും ഉള്ളൊരു ചിലപ്പോ മൂന്നാമത്തെ നമ്മളതിന്റെ മണ്ഡലത്തിന്റെ ടോപ്പിക് ഇല്ലായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ കിട്ടുമായിരിക്കും അല്ലേ ചിലപ്പോ. അയ്യോ, താഴെ എത്തുമ്പോഴാ നിർത്തുന്നെങ്കിൽ മിക്കവാറും ഉറപ്പുമായിരിക്കും. ഇല്ല, ഒന്നും കൂടെ ബ്രേക്കിംഗ് നമ്മുടെ കൂടെ കയറിയവരൊക്കെ അതല്ലേ മേളിൽ പോയി. ഒരെണ്ണം കൂടെ ഉണ്ട് കണ്ട. ഞാൻ പറഞ്ഞില്ലേ
ഞങ്ങളങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ടില്ല. അവിടെ വലിയൊരു ഡൈനോസർ ഒക്കെ ഉണ്ട്. ആ വീലാട്ടോ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് ഇന്ത്യൻ, കേരള ഓർ കനേഡിയൻ. ഇവിടെ താഴെ എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ വിജയകരമായി നാലാം തവണയിലും ഒന്നാം പ്രാവശ്യം, രണ്ടാം പ്രാവശ്യം, അങ്ങനെ ഒന്നാം പ്രാവശ്യം, രണ്ടാം പ്രാവശ്യം, മൂന്നാം പ്രാവശ്യം, പക്ഷെ നാലാം പ്രാവശ്യം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായി കറക്കി വിടുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മളെ $15 മേടിച്ചോണ്ട് 15 പ്രാവശ്യം കറക്കുമോ? അറിയാ, $15 മേടിച്ചോണ്ട് 15 പ്രാവശ്യം കറക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും ഉണ്ടാവില്ല. ഇല്ലല്ലേ, എന്നാലും നമുക്ക് നോക്കാം എത്ര ഇടയ്ക്ക് നിൽക്കില്ല. എത്ര പ്രാവശ്യം കൊണ്ടുപോയി നമ്മളെ. എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറവായിട്ടോ. എന്നാലും ഇല്ലേ അവർക്ക് അടുത്ത പരിപാടി നോക്കണ്ടേ? എല്ലാത്തിന്റെ അകത്ത് ആളുണ്ടല്ലേ. ഇറക്കി വിട്ടിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എനിക്ക് തോന്നുന്നു എല്ലാരും ഒരുമിച്ച് ഇറക്കി വിടുക. ആ സമയത്തായിരിക്കും സ്റ്റോപ്പ് ആവുന്നത്. ഇറക്കി ഒരേ സമയം താഴെ മാത്രമേ ഇറക്കത്തുള്ളൂ. എന്നാ ആദ്യം കയറിയവരെ തൊട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോ നിർത്തിയാലേ ഇറക്കത്തുള്ളൂ. നിർത്തിയിട്ടില്ല അല്ലേ? ആദ്യം ഒന്ന് നിർത്തിയതല്ലേ ഉള്ളൂ. ഇതെങ്ങനെയുണ്ട് ഒരു സിസ്റ്റം? അപ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഒറ്റ പോക്ക്. ഇത് നമ്മളിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അറിയത്തില്ല എത്ര പ്രാവശ്യം പോകുന്നത്. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. രാത്രിയിൽ ഇതിലും അടിപൊളിയായിരിക്കും. കാരണം വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ലൈറ്റിംഗ് കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ലൈറ്റിംഗ് കാര്യം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ഒരു സ്കൈലോ ടവർ ഉണ്ട് മറ്റേ അപ്പുറം ഒരു മറ്റേ റെസ്റ്റോറൻറ്റ് ഉള്ള. നീ ഓർക്കുന്നുണ്ടോ? ഒട്ടും ഓർക്കില്ല. സ്കൈലോ ടവർ ഇല്ലേടാ? അത് നിനക്കറിയത്തില്ലേ? കാണുന്നത് അതാണ് സ്കൈലോ ടവർ. അതെനിക്കറിയായിരുന്നു, പക്ഷെ ഇത് പേരറിയില്ല. അതാണ് സ്കൈലോ ടവർ. അപ്പോൾ ആ ടവറിന്റെ ഏറ്റവും മുകളിൽ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിരിക്കും അവിടെ നല്ല ഫുഡും കിട്ടും. കാരണം ഒരു പ്രാവശ്യം നമുക്കിനി അവിടെ പോകണം. എവിടെയൊക്കെ പോകണം എൻ്റെ ദൈവം എനിക്ക് തന്നെ അറിയത്തില്ല. ഇതല്ല ഇവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ സൂ ആണോ? ഡൈനോസർ പാർക്ക്. ഇതിങ്ങനെ ആടും കേട്ടോ. ഡൈനോസർ പാർക്ക് എല്ലാരും ഉണ്ട്. ആന കമ്പോത്ത്. അതാ അങ്ങനെയല്ലേ പറയുന്നത്? മാമോത്താണോ? അതാണോ നീ ഉദ്ദേശിച്ചത്? കമ്പോത്തെന്നാ പറഞ്ഞത്. എനിക്കറിയത്തില്ലടാ. അതിലപ്പുറത്ത് 2 കൊമ്പുള്ള. ദിനോസറിന് കൊമ്പില്ലല്ലോ. ദിനോസർ ആണോ ഡൈനോസർ ആണോ? ഡൈനോസർ ആണെന്ന് തോന്നുന്നു. ഡൈനോസർ. യെസ്, ഡൈനോസർ. ഡൈനോസറിന്റെ കമ്പോത്തെന്നൊക്കെ പറയും. അപ്പുറത്ത് നോക്കടാ, അവിടെ കൊമ്പുള്ള. കണ്ടോ, മനസ്സിലായോ? അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ചില തെറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കളയുക അല്ലേ? മണ്ടന്മാരെങ്ങനെ പലതും പറയും. അപ്പൊ അതിന് വിട്ട് കളഞ്ഞേക്കുക. അതെ, നല്ല മ്യൂസിക് കിട്ടി. ഇറക്കി വിടുവായിരുന്നെങ്കിൽ. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഞങ്ങള് പിന്നെയും ഇത് അഞ്ചാമത്തെ പ്രാവശ്യം പോവുകയാണ്. അപ്പോൾ സ്പീഡ് കൂടിയല്ലേ? ഡൈനോസർ അഡ്വഞ്ചർ. അപ്പുറത്തൊക്കെ പിള്ളേരൊക്കെ പാറി പറന്ന് ഓടി നടക്കും അതില്. ഇവിടെ നോക്കുമ്പോൾ വലിയ ക്രൗഡൊന്നും ഇല്ലല്ലേ? ഇവിടെ കാസിനോ എന്ന് പറയുന്ന ഹോട്ടലാണോ കാണുന്നത്? കസിനോ ഹോട്ടലല്ലോ, മറ്റേ സാധനം. കസിനോ അതിന്റെ ഏറ്റവും മണ്ടയിൽ സെയിം അതുപോലത്തെ ഏതാണെന്ന് കേട്ടോ. ഈ പ്രാവശ്യം താഴോട്ട് നോക്കൂ. നമ്മുടെ ഫോൾസിന്റെ അവിടെ നല്ലൊരു അതിമനോഹരമായ മഴവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യോ, ഈ പ്രാവശ്യം ഇവിടെ നിർത്തി കേട്ടോ. നമുക്ക് വ്യൂ കുറവുള്ള സ്ഥലമാണ്. അല്ല മറ്റേ കാർ റേസിംഗ് ഒക്കെ കാണാൻ കേട്ടോ. താഴോട്ട് നോക്കി. നമ്മൾ ഏകദേശം ഒരു ഇത്ര എത്തിപ്പോ കേട്ടോ. ഉറുമ്പുകളെ പോലെ ആൾക്കാരെ നടക്കുന്നു. അങ്ങനെ വിജയകരമായി നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. ഫൈനലി നമ്മുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം പോയല്ലേ? ബാലൻസ് ചെയ്ത് വേണം ഇറങ്ങാൻ. വെള്ളത്തിനൊക്കെ ഇറങ്ങുന്ന പോലെ അത് തന്നെ.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ വന്ന് അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ കുറച്ച് നേരം ഉള്ളായിരുന്നുള്ളൂ, ഒരു 5-6 പ്രാവശ്യം കറക്കി കേട്ടോ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാം കണ്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇനി എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിനുള്ളിലേക്ക് നോക്കിയാൽ കണ്ടോ ഡൈനോസറിൻ്റെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ, പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. എന്തായാലും നമ്മളിങ്ങനെ പയ്യെ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. വാവ അവിടെ എവിടെയോ എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ വാവ ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ നേരെ അവിടെ ചെല്ലുന്നു. നമ്മളെ കണ്ടായിരുന്നോ എന്നറിയത്തില്ല. ഞങ്ങൾ നേരെ അവിടെ ചെല്ലുന്നു. എന്നിട്ട് ബാക്കി പ്ലാനൊക്കെ ഒരുപാട് കാര്യം ഇനി നമ്മളിവിടെ നിൽക്കത്തില്ല. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പയ്യെ പോകാനുള്ള പരിപാടി. ഇവിടെ എന്താണ്, നിങ്ങളിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇവിടെ നമ്മൾ സ്കൈ വീല്, പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്, ഗോ കാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ പോയിക്കാണ്. അപ്പോൾ കാണണം. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടുന്ന് പോവാട്ടോ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ അടിപൊളിയായിരുന്നു. എവിടെ വീണ്ടും സന്ധിക്കും. അതെ, വീണ്ടും ശ്രദ്ധിക്കും വരെ നമുക്ക് കാണാം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അമ്മാരകത്താ. ഇത് ടിമ്മിൻ്റെ ഒരു വലിയൊരു 1.5 വലിയ ഭയങ്കര വലുതാണല്ലോ. അതേ ടിമ്മ് ഭയങ്കര നീളത്തിലുള്ള കേട്ടോ. അത് സ്കൈലൈൻ ടവർ കയറിയപ്പോൾ പോലെ ഇത്രയും ക്യൂ ഇല്ലായിരുന്നു. ഇവിടെ ടീമിൽ എന്നാ തിരക്കാണെന്നറിയോ, ഭയങ്കര വലിയൊരു ടീമാട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി നമ്മുടെ പിള്ളേരെ കണ്ടുപിടിച്ചിട്ട് ബൈ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി ഒരു സമയം പിടിക്കും. അവനെ കാണുന്നില്ല ഇല്ല പോലെ. ദ സ്ട്രീറ്റ് ഓഫ് ഫൺ അറ്റ് ദ ഫാൾസ്. അപ്പോൾ അതിൻ്റെ ആ സംഭവം അതേ മണ്ടേ കൂടെ ഒക്കെ പറന്ന് പോകാൻ നോക്കി. എൻ്റെ ദൈവമേ, വാച്ച് ഔട്ട് ഫോർ പെഡസ്ട്രിയൻ. എന്താടാ മടുത്തോടാ? മടുത്തോ? അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കാർ എടുത്തിട്ട് ഹാമിൽട്ടൺ വരും. ഓക്കെ, അപ്പോൾ പിള്ളേർ കുറേ നാൾക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ടുപിട്ടി. വളരെ സന്തോഷം. അപ്പോൾ അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടികളൊക്കെ? പൊളിയായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇനി ഇങ്ങനെ എപ്പോഴേലൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഒരുമിക്കും. അപ്പോൾ നല്ല രസമായിരുന്നുണ്ട്. നമ്മളത് അതിൻ്റെ മുകളിലേക്കാണ് പോയി കയറി കറങ്ങി അടിച്ചൊക്കെ വന്നത്. യെസ്, ഒരാൾക്ക് ഇപ്പോൾ തിരച്ച് വീട്ടിൽ പോകണം, ഫുഡ് അടിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഇനി വീട്ടിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ മറ്റേ കൂട്ടുകാരൊക്കെ ഉണ്ട്. മരിയ, ആൽബിൻ, പിന്നെ അരുണല്ലേ? മരിയ, ആൽബിനും അരുണും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ തോമസ് കൂട്ടിനോടും ഗ്രേസിനോടും ബൈ ബൈ പറഞ്ഞ് നമ്മളിവിടുന്ന് പയ്യെ ചലിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണാടാ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഹാമിൽട്ടൺ വരും. ഓക്കെ, പറഞ്ഞോ വരും. ഇനി എന്നാ ഉടനെ കാണാം. അപ്പോൾ ശരി, അപ്പോൾ ശരി, ബൈ ബൈ. യെസ്, അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റർജന്റ്.